ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC റിസൾട്ട് എങ്ങനെ വളരെ ഈസിയിൽ കണ്ടെത്താം. അതാണ് നമ്മുടെ മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. സഫലം 2020 എന്നൊരു ആപ്ലിക്കേഷൻ. അതിന് വേണ്ടി പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സഫലം 2020 എന്ന് സെലക്ട് ചെയ്യുക. സഫലം 2020 സെലക്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 3.something MB, വളരെ കുറച്ച് MB മാത്രമേ അതിനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇതിൽ 3 തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും: SSLC, HSC, VHSC. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം SSLC ആണ്. ഇനി HSC ഹയർ സെക്കൻഡറി ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി VHSC ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ SSLC കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ചെയ്യണം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഈ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ റിസൾട്ട് നെറ്റ്വർക്ക് ടൈറ്റ് ജാം അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ റിസൾട്ടൊന്നും ഇല്ല, കാരണം റിസൾട്ട് എന്താക്കിയിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഡൗൺലോഡ്സ് കാണാം. നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാരതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനാലിസിസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് തുറന്നു വരുന്ന കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ കാണുന്നത് അനാലിസിസ് ആണ്. അതായത് 2018-19 കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ വർഷത്തേതായിരിക്കും പുതിയ അപ്ഡേഷനിൽ വരിക. അപ്പോൾ സ്റ്റുഡൻസ് വിത്ത് ഫുൾ A+ 37-74 നമുക്ക് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്തതിൽ ഞാൻ താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റ്, പത്തനംതിട്ട, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിനെ പറ്റിയും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ വിജയ ശതമാനങ്ങൾ, EHSS എല്ലാം കാണാൻ പറ്റും. പിന്നെ റിസൾട്ട് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഗവൺമെൻറ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡഡ് ഉണ്ട്, എല്ലാത്തിലുള്ള നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ ഫുൾ A+ ഗവൺമെൻറ്റിൽ, എയ്ഡഡ്, അൺഎയ്ഡഡ്, ഓവറോൾ പെർസെൻറ്റേജ് എന്നീ ഗ്രാഫിക്കൽ അനാലിസിസ് ഇതെല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ കൈറ്റ് സഫലം 2020. അപ്പം ഇതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്യാം. അല്ലാത്ത കുട്ടികൾക്ക് എന്താക്കാം, നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.